Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chako, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic classification of company on the basis of the number of members from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. On the basis of the number of members, a company can be classified into private company and public company. First classification of company on the basis of number of members is private company. A private company is one which has a minimum paid up capital of rupees 1 lakh or such higher paid up capital as may be prescribed, and by its articles of association put some restrictions on itself. ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പ്രകാരം ചില റെസ്ട്രിക്ഷൻസ് അഥവാ നിയന്ത്രണങ്ങളുള്ള, ഇനി ആർട്ടിക്കിൾസിൽ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ മിനിമം 1 ലക്ഷം രൂപ പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം, ഇറ്റ്സ് എ ഡോക്യുമെൻറ്റ്, സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ് ഓഫ് എ കമ്പനി വിച്ച് കണ്ടെയ്ൻസ് ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിഗാർഡിംഗ് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ കമ്പനി. ഒരു കമ്പനിയെ മാനേജ് ചെയ്യുന്നതിൻ്റെ റൂൾസും റെഗുലേഷൻസ് അടങ്ങിയിരിക്കുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. ആ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ചില റെസ്ട്രിക്ഷൻസ് അഥവാ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്ന, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ പറഞ്ഞിരിക്കുന്ന പെയ്ഡ് അപ്പ് ക്യാപിറ്റലുള്ള അല്ലെങ്കിൽ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 1 ലക്ഷം രൂപയുള്ള ഒരു കമ്പനിയാണ് പ്രൈവറ്റ് കമ്പനി എന്ന് പറയുന്നത്. So the restrictions imposed by the articles of association of a company for a private company is: number 1, restrict the right to transfer its shares if any. ഇപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഷെയർസ് ഉണ്ടെങ്കിൽ ആ ഷെയർസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള അവകാശത്തെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ നിയന്ത്രിക്കുന്നുണ്ട്. അതാണ് ഒരു പ്രൈവറ്റ് കമ്പനിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. സെക്കൻഡ് റെസ്ട്രിക്ഷൻ ലിമിറ്റ്സ് ദ മാക്സിമം നമ്പർ ഓഫ് ഇറ്റ്സ് മെമ്പേഴ്സ് ടു 200. ഒരു പ്രൈവറ്റ് കമ്പനിയുടെ പരമാവധി അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 200-ൽ നിജപ്പെടുത്തിയിരിക്കുന്നു. 200-ൽ മുകളിലേക്ക് പോകാനായിട്ട് സാധിക്കില്ല. മാക്സിമം മെമ്പേഴ്സ് 200 പാടുള്ളൂ. അതാണ് രണ്ടാമത്തെ റെസ്ട്രിക്ഷൻ. തേർഡ് റെസ്ട്രിക്ഷൻ പ്രോഹിബിറ്റ്സ് എനി ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക് ടു സബ്സ്ക്രൈബ് ഫോർ എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. ഒരു പ്രൈവറ്റ് കമ്പനിയെ സംബന്ധിച്ചോളം അതിൻ്റെ ഷെയർസ്, ഓഹരികൾ, ഡിബഞ്ചേഴ്സ്, കടപ്പത്രങ്ങൾ, ഇവയ്ക്ക് വേണ്ടി ഒരിക്കലും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് പബ്ലിക് ഇൻവിറ്റേഷന് പോകാൻ സാധിക്കില്ല. പബ്ലിക്കിൻ്റെ അടുത്തുനിന്ന് ഈ ഷെയർ ഇഷ്യൂ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പൈസ സമാഹരിക്കാനായിട്ട്, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അത് അതിൻ്റെ അംഗങ്ങൾക്ക് മാത്രം പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. അംഗങ്ങൾക്ക് മാത്രമേ ഷെയർ കൊടുക്കാൻ പറ്റൂ, അല്ലെങ്കിൽ കടപ്പത്രങ്ങൾ, ഡിബഞ്ചേഴ്സ് കൊടുക്കാൻ പറ്റൂ. ആ അംഗങ്ങളുടെ എണ്ണം നമ്മൾ രണ്ടാമത്തെ പോയിന്റ് പഠിച്ച പോലെ 200 എണ്ണമായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്, അംഗങ്ങളുടെ മാക്സിമം നമ്പർ എന്ന് പറയുന്നത്. Fourth restriction prohibits any invitation or acceptance of deposits from person other than its members, directors or their relatives. ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഒരിക്കലും നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല, പുറമേ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ലെന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് അതിൻ്റെ മെമ്പേഴ്സിൽ നിന്നോ ഡയറക്ടേഴ്സിൽ നിന്നോ, ഇനി അവരുടെ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സിൽ നിന്നോ, ബന്ധുക്കളിൽ നിന്നോ മാത്രമേ ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മെമ്പേഴ്സ് അല്ലാത്ത, ഡയറക്ടേഴ്സ് അല്ലാത്ത, അല്ലെങ്കിൽ ഡയറക്ടേഴ്സിൻ്റെ റിലേറ്റീവ്സ് അല്ലാത്ത ആരിൽ നിന്നും ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഡെപ്പോസിറ്റ്, നിക്ഷേപങ്ങൾ സ്വീകരിക്കാനുള്ള ഒരു ഇൻവിറ്റേഷൻ നൽകാൻ അല്ലെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ഇൻ കേസ് എ പ്രൈവറ്റ് കമ്പനി ഈസ് എ ലിമിറ്റഡ് കമ്പനി, ദെൻ ഇറ്റ് മസ്റ്റ് ആഡ് ദ വേർഡ് പ്രൈവറ്റ് ലിമിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് ഇറ്റ്സ് നെയിം. ഇനി ഒരു പ്രൈവറ്റ് കമ്പനി ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, കമ്പനി ലിമിറ്റഡ് ബൈ ഷെയർസ്, കമ്പനി ലിമിറ്റഡ് ബൈ ഡിബഞ്ചേഴ്സ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഒരു ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, പ്രൈവറ്റ് കമ്പനി ഒരു ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ, ആ കമ്പനിയുടെ പേരിൻ്റെ അവസാനം പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് ചേർക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന റെസ്ട്രിക്ഷൻസ് അഥവാ നിയന്ത്രണങ്ങളെന്ന് പറയുന്നത്. സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് എ കമ്പനി ഓൺ ദ ബേസിസ് ഓഫ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇസ് പബ്ലിക് കമ്പനി.
A public company is one which has a minimum paid up capital of rupees 5 lakhs or such higher paid up capital as may be prescribed and is not a private company. In other words, a public company is the company, the articles of association of which do not contain the restrictions to make it a private company. ആർട്ടിക്കിൾസ് നിർദ്ദേശിക്കുന്ന പ്രകാരമുള്ള പെയ്ഡപ്പ് ക്യാപിറ്റലോ മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 ലക്ഷമോ ഉള്ള പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്തത് മിനിമം പെയ്ഡപ്പ് ക്യാപിറ്റൽ 5 ലക്ഷമെങ്കിലുമുള്ള അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള ഒരു കമ്പനിയാണ് പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടുന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ഒരു കമ്പനിയെ പബ്ലിക് കമ്പനി എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കമ്പനിയുടെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻസിൽ നമ്മൾ പ്രൈവറ്റ് കമ്പനിയെക്കുറിച്ച് പഠിച്ചതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എങ്കിൽ ആ കമ്പനിയെ നമുക്ക് പബ്ലിക് കമ്പനി എന്ന് മറ്റൊരു തരത്തിൽ പറയാമെന്നാണ് ഇവിടെ വിശദീകരിച്ചിരിക്കുന്നത്. Thus, in the case of public companies, there are no restrictions on the transfer of shares, on maximum number of members, and on the invitation to the general public to subscribe for its shares. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ പ്രൈവറ്റ് കമ്പനിയെ അപേക്ഷിച്ച് പബ്ലിക് കമ്പനീസിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ല. അതായത് പബ്ലിക് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിലോ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കേസിലോ അല്ലെങ്കിൽ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ ജനറൽ പബ്ലിക്കിന് ഇൻവിറ്റേഷൻ കൊടുക്കുന്ന കാര്യത്തിലൊന്നും പബ്ലിക് കമ്പനിക്ക് റെസ്ട്രിക്ഷൻസ് ഇല്ല. എന്നാൽ പ്രൈവറ്റ് കമ്പനിയുടെ കേസിലായിരുന്നെങ്കിൽ ഇതിനെല്ലാം റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു. പ്രൈവറ്റ് കമ്പനിയുടെ ഷെയർ ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ റെസ്ട്രിക്ഷൻ ഉണ്ട്. അതേപോലെ പ്രൈവറ്റ് കമ്പനിയുടെ മാക്സിമം നമ്പേഴ്സ് 200 റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ആ റെസ്ട്രിക്ഷൻ ഇല്ല. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിക്ക് അതിൻ്റെ മെമ്പേഴ്സ്, ഡയറക്ടേഴ്സ്, അവരുടെ റിലേറ്റീവ്സ് ഇവർക്ക് മാത്രമേ ഷെയർസ് സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഒരു നിയന്ത്രണം പ്രൈവറ്റ് കമ്പനിയുടെ കേസിലുണ്ടായിരുന്നു. പക്ഷേ പബ്ലിക് കമ്പനിയുടെ കേസിൽ ഈ വിധത്തിലുള്ള യാതൊരു നിയന്ത്രണങ്ങളും ഇല്ല. However, the minimum number of members in a public company must be 7. പക്ഷേ ഇവിടെ ആകെപ്പാടെയുള്ള ഒരു നിബന്ധന എന്ന് പറയുന്നത് ഒരു പബ്ലിക് കമ്പനിയുടെ മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് 7 ആണ്, 7 ആണ്. മാക്സിമം നമ്പേഴ്സിൽ ഇവിടെ റെസ്ട്രിക്ഷൻ ഒന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. Now let us discuss the definition of a public company. A public company may, therefore, be defined as an association of persons consisting of not less than 7 members, which is registered under the Companies Act within a minimum paid up capital of rupees 5 lakhs and which is not a private company within the meaning of this act. ഒരു പ്രൈവറ്റ് കമ്പനി അല്ലാത്ത മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 5 ലക്ഷമുള്ള കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മിനിമം 7 അംഗങ്ങളുള്ള ഒരു കൂട്ടായ്മയാണ് പബ്ലിക് കമ്പനി എന്ന് നമുക്ക് നിർവചിക്കാൻ സാധിക്കും. അതാണ് ഈ ഡെഫിനിഷനിൽ പറയുന്നത്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള മിനിമം 7 അംഗങ്ങളുള്ള 5 ലക്ഷം രൂപ പെയ്ഡപ്പ് ക്യാപിറ്റലുള്ള പ്രൈവറ്റ് കമ്പനി അല്ലാത്ത ഒരു കമ്പനിയാണ് നമ്മൾ പബ്ലിക് കമ്പനി എന്ന് പറയുന്നത്. Assignment questions. What is a private company? Define public company. I hope all of you have understood the topic classification of company on the basis of number of members quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.